പാലക്കാട് നെല്ലായിയിൽ സിദ്ധൻ ചമഞ്ഞ് സ്വർണം തട്ടിയ പ്രതി പിടിയിലായി എന്ന് പാലക്കാട് ബ്യൂറോ. തെക്കുംകര സ്വദേശി റഫീഖ് മൗലവിയാണ് ഇപ്പോൾ പിടിയിലായത്. വീട്ടിൽ നിധിയുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പുകാരൻ നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. അവസാനം നിധി കണ്ടുപിടിച്ചോ അദ്ദേഹം? ഗുഡ് മോർണിംഗ്. നിധി കിട്ടിയില്ലെന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന സ്വർണം പോയി കിട്ടുകയും ചെയ്തു. ഫേസ്ബുക്ക് വഴി സ്ത്രീകൾ എത്തരത്തിൽ പ്രലോഭിപ്പിച്ചാണ്, അതായത് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറ്റി തരാം എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ അതിൽ വീണു പോവുകയാണ്. അങ്ങനെയാണ് ഈ റഫീഖ് മൗലവി നെല്ലായ സ്വദേശിയായിട്ടുള്ള വീട്ടമ്മയെ പറ്റിച്ചത്. ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടുകയും നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, അത് ഞാൻ എടുത്തു തരാം, അത് എടുത്തു തരണമെങ്കിൽ വീട്ടിലുള്ള സ്വർണം മാറ്റണമെന്ന് പറയുന്നു. ഇതിൽ വിശ്വസിച്ച വീട്ടമ്മ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ഇയാൾ പറഞ്ഞയച്ച റഫീഖ് മൗലവി പറഞ്ഞയച്ച ദൂതന്റെ കൈവശം നൽകുകയാണ്. സത്യത്തിൽ ഇത് ദൂതനായിരുന്നില്ല, റഫീഖ് തന്നെയായിരുന്നു വന്നത്. ദൂതൻ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദൂതന്റെ കൈവശം കൊടുക്കുന്നു. 7 ദിവസത്തിന് ശേഷം സ്വർണം പൊന്തി വരുമെന്നാണ് പറഞ്ഞത്. അത് കാത്തിരുന്ന വീട്ടമ്മ 7 ദിവസം കഴിഞ്ഞും അത് സ്വർണം പൊന്തി വരാത്തതിനെ തുടർന്ന് ഈ റഫീഖ് മൗലവിയെ ബന്ധപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴാണ് ഇവർ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. തുടർന്ന് ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി. ചെർപ്പുളശ്ശേരി പോലീസ് ആ ഘട്ടം മുതൽ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. മാർച്ച് 10-നാണ് ഈ തിരുമിറ്റക്കോട് തെക്കുംകര സ്വദേശിയായിട്ടുള്ള റഫീഖ് മൗലവി ഈ സ്ത്രീയുടെ വീട്ടിലെത്തി സ്വർണ്ണാഭരണം ആവശ്യപ്പെട്ടതും വാങ്ങിയതുമൊക്കെ. അതിനുശേഷം നിരന്തര പോലീസ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. 10 വർഷം മുൻപ് ഇതേ തരത്തിലുള്ള കേസ് ഇയാൾക്കെതിരെ പട്ടാമ്പി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തരത്തിലുള്ള തട്ടിപ്പ് ഇയാൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും ഒരുപാട് സ്ത്രീകൾ ഒരുപക്ഷെ ഇയാളുടെ വലയിലായിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകുന്നത്. എന്തായാലും പ്രതിയെ നിലവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എവിടെയൊക്കെ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അന്വേഷണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ചെർപ്പുളശ്ശേരി പോലീസ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.